സത്യം പറഞ്ഞാൽ ശ്രുതിയുടെ ജീവിതം നോക്കുമ്പോൾ അതായത് സന്തോഷം വരുന്ന സമയത്തിന് തൊട്ട് പിന്നാലെയാണ് ദുരന്തം ഉണ്ടായത്. ഇപ്പോൾ 2 കാര്യത്തിൽ ഇപ്പോൾ വിവാഹ നിശ്ചയം കഴിയുന്നു, ഗൃഹപ്രവേശം കഴിയുന്നു, അല്ല അത് കഴിയുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയമാണ് അല്ലേ? ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ശ്രുതിക്ക് ദൈവവിശ്വാസമുള്ള ആളാണോ ശ്രുതി? ഉണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എവിടെയെന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ദൈവത്തിനോട്. കാരണം എനിക്ക് കൂട്ടായിട്ട് അച്ഛനും അമ്മയും അനിയത്തി എല്ലാവരും പോയപ്പോൾ, കുടുംബങ്ങൾ മൊത്തം പോയപ്പോഴും എൻ്റെ ഇച്ചാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ക്യാമ്പിലാണെങ്കിൽ പോലും എൻ്റെ ഒപ്പം. അതും ആ ക്യാമ്പിൽ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. കളക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അത്രയും വെയിറ്റ് ചെയ്ത് പെർമിഷനൊക്കെ മേടിച്ച് വന്നിട്ടാണ് എൻ്റെ കൂടെ ക്യാമ്പിൽ 10-20 ദിവസം നിന്നത് എൻ്റെ കൂടെ. ശ്രുതി ആലോചിക്കുകയാണ് എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ദൈവം എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പലവട്ടം ആലോചിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ നടക്കുന്നത് ആർക്കും ഇഷ്ടാവുന്നില്ല. ദൈവത്തിന് പോലും ഇഷ്ടപ്പെടാത്ത കൊണ്ടാവാം ദൈവം ഇപ്പം എന്നെ ഇച്ചായനും വീട്ടുകാരും ഒക്കെ കൂടെ പറിച്ചെടുത്തിട്ടുണ്ടാവാം. ശ്രുതി ഉരുൾപൊട്ടലിൻ്റെ സമയത്തെ ശ്രുതിക്ക് അറിയുമായിരിക്കും, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഉരുൾപൊട്ടൽ കഴിഞ്ഞിട്ട് പിന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് ആളുകൾ അല്ല, അവരുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടവരുണ്ട്, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ട്, ആരുമില്ല, അനാഥരായി പോയ ആളുകളുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ശ്രുതി നോക്കുമ്പോൾ ചുറ്റും അങ്ങനെ ഇതേപോലെയുള്ള അനുഭവങ്ങളുള്ള ഒരുപാട് പേരില്ലേ ശ്രുതി? ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. അവരൊന്നും അറിയപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. എന്നെ പോലെ തന്നെ എല്ലാവരും ഒറ്റപ്പെട്ട പെൺകുട്ടികൾ കുറേ പേരുണ്ട്. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടല്ലോ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്ന ഇതേപോലെ വലിയ ദുരന്തങ്ങൾ നേരിട്ടിട്ടുള്ള അവരോടൊക്കെ ശ്രുതി എന്താ പറയുക? എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് പ്രശ്നങ്ങൾ വരും. ആണായാലും പെണ്ണായാലും പ്രശ്നങ്ങൾ നേരിട്ടേ പറ്റും. ഒരു വേർതിരിവില്ലാണ്ടും പ്രശ്നങ്ങളെ നേരിട്ട് മുന്നോട്ട് ജീവിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം നമ്മൾ സ്വന്തം തീരുമാനം എടുക്കാം. മരിക്കുമെന്ന് പേടിച്ചിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പേടിച്ച് ജീവിക്കേണ്ടി തന്നെ വരും. ശ്രുതി, അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു നിങ്ങൾ കോഴിക്കോട്ടൊരു കുടുംബ വീട്ടിലേക്ക് പോവുകയായിരുന്നു അല്ലേ, ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അന്ന് ആ അപകടത്തെ പറ്റിയിട്ട് ശ്രുതി അതൊന്നും ഓർമ്മയിൽ വരുന്നുണ്ടോ? എന്താ സംഭവിച്ചതെന്നൊക്കെ ശ്രുതി? നമ്മൾ ഇങ്ങനെ ഈ ഉരുൾപൊട്ടലിന്റെ ദുരിതത്തിൽ ഞങ്ങളെ ഫാമിലി മൊത്തം പോയി കിടക്കുന്ന ആ ഒരു വിഷമത്തിലിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇച്ചായൻ ഉണ്ടായത് കൊണ്ട് വിഷമം എന്താന്ന് കൂടുതലും നമ്മൾ അറിയിച്ചിട്ടില്ല. കാരണം എപ്പോഴും ഒരാള് നമ്മളെ കേൾക്കാനുണ്ട്. ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു വീട്ടില്. ഇച്ചായൻ ഭയങ്കര സംസാരിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ 41 ചടങ്ങ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോവാന്നുള്ള ഇതിൽ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങിയതാ പുറത്തോട്ട്. അങ്ങനെ അമ്മായിന്റെ വീട്ടിലോട്ട് പോയതാ വെള്ളാരംകുന്ന്. അങ്ങനെ ഏട്ടനുണ്ട് കോഴിക്കോട് അല്ലേ, അവിടെ. അപ്പോൾ അമ്മായിനും അച്ഛമ്മനും അവിടെ ഇറക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുവള്ളിയിൽ പോവാന്നുള്ളതിലായിരുന്നു. അങ്ങനെ കസിനുണ്ട് ഏട്ടൻ്റെ വൈഫ് പ്രഗ്നന്റ്. അപ്പം ചേച്ചിനും കൂടി കണ്ടിട്ട് വരാന്നുള്ളതിൽ അങ്ങനെ പോവാൻ നിന്നതാ. അപ്പോൾ അച്ഛമ്മയും അമ്മായിയും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും കൂടി നമ്മൾ കയറ്റി. അങ്ങനെ പോയി. എത്ര പേരുണ്ടായിരുന്നു കാറിൽ? ഒരു 7-8 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോയതാ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം നല്ല മഴയായിരുന്നു. ഉമ്മിനീന്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ അടിക്കുന്നോണ്ട് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒരു മിന്നായം പോലെ എന്തൊക്കെയോ നടന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല.